പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. കർണാടക ചിക്കമംഗളൂരുവിൽ കാണാതായ മലയാളി പെൺകുട്ടി ശ്രീനന്ദ. ആ ശ്രീനന്ദയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. വനംവകുപ്പും പോലീസും തെരച്ചിൽ നടത്തിയെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താനായില്ല. തെരച്ചിൽ ഊർജിതമല്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ചൊവ്വാഴ്ച വൈകിട്ടാണ് കുടുംബത്തോടൊപ്പം മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള വ്യൂ പോയിന്റിൽ ശ്രീനന്ദ എത്തിയതും അവിടെ നിന്ന് ശ്രീനന്ദയെ കാണാതാകുന്നതും. നമുക്ക് പ്രതികരണങ്ങളുണ്ട്, അതാദ്യം കേൾക്കാം. അതിനുശേഷം ചിക്കമംഗളൂരുവിലുള്ള നമ്മുടെ പ്രതിനിധി ദീപക് മോഹൻ നമുക്കൊപ്പം തത്സമയം ചേരും. തെരച്ചില് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതായത് ഒരു 10 മിനിറ്റിൽ മാൻ മിസ്സിങ് നമ്മൾ ഇൻഫോം ചെയ്താണ്. കഴിഞ്ഞിട്ടിപ്പോൾ 3 നൈറ്റും കണ്ടിട്ട്. ദീപക് മോഹൻ ഉണ്ട്. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ് ദീപക്. ആ നല്ല വാർത്ത നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെയും. എന്താണ് അവിടെ സംഭവിച്ചത്? അവരൊരു സംഘമായിട്ട് വന്നാണല്ലോ, 40 പേരടങ്ങുന്ന ഒരു സംഘമായിട്ട് വന്നതാണ്. ഈ മാണിക്യധാര വെള്ളച്ചാട്ടം കണ്ട് മടങ്ങുന്നതിനിടയിലാണോ ശ്രീനന്ദയെ മിസ്സായത്? ശ്രീനന്ദയെ അങ്ങനെ മിസ്സായാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണോ? ഇനി കാൽവഴുതി താഴേക്ക് പോയാൽ പോലും ആ ഡ്രോൺ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ കണ്ടെത്തേണ്ടതല്ലേ? എന്താണ് അവിടെ തെരച്ചിൽ ദുഷ്കരമാക്കുന്നത്? ഈ തെരച്ചിൽ മെല്ലെപ്പോക്കാണ് എന്നതാണോ കുടുംബത്തിന്റെ ആരോപണം? ദീപക്, അരുൺകുമാർ, കഴിഞ്ഞ 4-ാം തീയതിയാണ് പാലക്കാട് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്ത് നിന്ന് 41 പേരടങ്ങുന്ന കുടുംബങ്ങൾ സംഘം, അവർ ബന്ധുക്കളാണ്, അവർ കർണാടകയിലേക്ക് വിനോദസഞ്ചാരത്തിലേക്ക് എത്തിയത്. ആദ്യം പോയത് ഹംപിയിലാണ്. ഹംപിയിൽ പോയതിനു ശേഷം 7-ാം തീയതി, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയോടുകൂടി ചിക്മംഗ്ലൂരുവിലേക്ക് എത്തുന്നു. ഈ ചിക്മംഗ്ലൂരുവിലെത്തി ചിക്മംഗ്ലൂരുവിൽ നിന്ന് തൊട്ടടുത്ത് ഏകദേശം ഒരു 30 കിലോമീറ്റർ അകലെയുള്ള ബാബാ ബുധൻഗിരി മാണിക്യധാര വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവുകയായിരുന്നു അവർ. വൈകിട്ട് 5:30 തിരികെ വരുന്നതിനിടയിലാണ് ശ്രീനന്ദയെ കാണാതാവുന്നത്. അച്ഛൻ രമേശും അമ്മ രോഹിണിയും മുത്തച്ഛൻ കേശവൻ അടക്കമുള്ള ആളുകൾ, ബന്ധുക്കൾ എല്ലാവരും തന്നെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ വൈകിട്ട് 5:30 കാണാതാകുന്നു. ആ സമയം തന്നെ പെട്ടെന്ന് തന്നെ അവർ അവിടെ അടുത്തുള്ള പോലീസുകാരോട് വിവരം അറിയിച്ചു. പിന്നീട് അവിടെയൊക്കെ പരിശോധിച്ചെങ്കിലും ശ്രീനന്ദയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രിയോടുകൂടി പരിശോധന നിർത്തിയ ഒരു സാഹചര്യം. പിന്നീട് തൊട്ടടുത്ത ദിവസം പരിശോധന ആരംഭിച്ചത് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ്. കർണാടക പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അനാസ്ഥ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് നേരത്തെ തന്നെ കുടുംബാംഗങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പം നമ്മളുള്ളത് ചിക്മംഗ്ലൂർ പോലീസ് സ്റ്റേഷന് മുൻപിലാണ്. ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചിക്മംഗ്ലൂരു പോലീസ് സൂപ്രണ്ട് ജിതേന്ദ്രകുമാർ ദയാമയാണ്. വ്യാപകമായി തിരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞു, പക്ഷേ തിരച്ചിൽ അത്ര ഊർജിതമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം രാവിലെ 7 മണി മുതൽ ഇവർ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളും ഒപ്പമുണ്ട്. ഇത്ര നേരമായിട്ടും ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള ബാബാ ബുധൻഗിരി മാണിക്യധാര വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് തിരച്ചിലിനായിട്ട് ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നേരത്തെ വനം വകുപ്പും ഒപ്പം പോലീസും ദുരന്ത നിവാരണ സേന അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പരിശോധന നടത്തിയിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ക്ഷമിക്കണം, ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം അത് വനമേഖലയല്ല, വലിയ പുൽമേടുകളുള്ള കുന്നുകളാണ്. ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഊർജിതമായ തിരച്ചിൽ നടത്തുകയാണെങ്കിൽ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നാണ് ബന്ധുക്കൾ നമ്മളോടൊപ്പം പറയുന്നത്. ഇപ്പോൾ ആ പോലീസ് സ്റ്റേഷനകത്ത് ശ്രീനന്ദയുടെ അച്ഛനും അതോടൊപ്പം മുത്തച്ഛനും ഒക്കെ ഉണ്ട്. മുത്തച്ഛൻ കേശവൻ ചേട്ടൻ അകത്തുണ്ട്. കേശവേട്ടൻ ഒന്ന് വരുമോ? എന്താണ് അവർ അരുൺകുമാർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ശ്രീനന്ദയുടെ അച്ഛൻ രമേശും അമ്മ രോഹിണിയും വരുന്നുണ്ട്. പോലീസുകാരോട് സംസാരിച്ചു. എന്താ അവർ പറയുന്നത് രമേശേട്ടാ? പോലീസുകാരോട് സംസാരിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ കുറച്ച് ഡൗട്ട്സുകൾ നമ്മൾ അവർക്കിപ്പോൾ ഷെയർ ചെയ്തു. അതായത് ഇപ്പോൾ അവിടുത്തെ കുറച്ച് ലോക്കൽ ആൾക്കാരുണ്ട്, കുറച്ച് ഷോപ്പുകൾ. അപ്പോൾ പോലീസ് ഡോഗ് പോയിരുന്നത് ആ ഷോപ്പുകളുടെ ബാക്കിലാണ്. പിന്നെ നമുക്കൊരു 8 to 10 മിനിറ്റ്സിൽ വേറെ വല്ലാതെ പെട്ടെന്ന് എവിടേക്കും പോകാനുള്ളൊരു ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ ഒരു ബലമായ സംശയം എന്ന് പറയുന്നത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും ഇല്ലെന്നുള്ളത്. അപ്പോൾ അവരടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഫസ്റ്റ് വന്നിട്ട് അതെന്നെ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പിന്നെ 8 മണിക്ക് അവിടെ ഒക്കെ എത്തിച്ചേരാമെന്ന് പറയുന്നുണ്ട്. ആദ്യത്തെ ദിവസം വൈകിട്ടോടുകൂടി എങ്കിലും വൈകിട്ടോടുകൂടി തിരച്ചിൽ ആരംഭിച്ചു. പിറ്റേ ദിവസം എത്ര മണിക്കാണ് തിരച്ചിൽ? പിറ്റേ ദിവസം അറൗണ്ട് ഒരു 11 o'clock. 11 o'clock അല്ല, ഒരു 8 മണി 9 ಮಣಿയാണ്. ಸರ್, ಈಗ ಸರ್ಚಿಂಗ್ ಇದೆಯಾ ಸರ್? ಸರ್ಚಿಂಗ್ ಇದೆ, ಈಗ ಹೋಗ್ತೀಯಾ ಸರ್? ಸರ್ಚಿಂಗ್ ಹೋಗ್ತಿದ್ದೀವಿ. ನೀವು ಮೇಲೆ ಬರ್ತೀರಾ? ಹೋಗ್ತಾ ಇದೀವಿ ಎಲ್ಲ. അരുൺകുമാർ, അതായത് പോലീസ് പറഞ്ഞത് ഇപ്പോൾ പരിശോധന ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. നമ്മളോടൊപ്പം ശ്രീനന്ദയുടെ മുത്തശ്ശൻ ചേരുന്നുണ്ട്. നിങ്ങൾ പിന്നീട് പോലീസുകാരെ അറിയിച്ച് ആ സമയത്ത് അവിടെയൊക്കെ ചെന്ന് പരിശോധിച്ചു അല്ലേ? ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല, അപ്പം നാട്ടിലാണ്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ട് വന്നതാണ്. പരിശോധന കൃത്യമായി നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ഇൻട്രസ്റ്റ് ആയിട്ട് ഇന്നലെ IG വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 100 പേരിൻ്റെ ടീം ഇന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അരുൺകുമാർ, അതായത് നേരത്തെ പോലീസ് പറഞ്ഞത് 100-ലധികം ആളുകൾ പരിശോധനയ്ക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്തിയതിനു ശേഷം അവർ പരിശോധന ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീനന്ദയുടെ അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേച്ചി, എന്താണ് സംഭവിച്ചത്? അന്ന് പരിശോധന നടത്തിയതിനെ പറ്റി കൃത്യമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു? എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. പക്ഷെ അവർ അവിടെ തന്നെയാണ് സെർച്ച് ചെയ്യുന്നത്. കുഴപ്പമില്ല, അവരെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടി എവിടെയെന്ന് ഇതുവരെ ഒരു ഇതുപോലെ ഒന്നും അറിയാൻ പറ്റുന്നില്ല. എവിടെ അവളുള്ളത് ഒന്നും അറിയാൻ പറ്റുന്നില്ല. ഇത്ര 2-3 ദിവസം കഴിഞ്ഞില്ലേ, എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഈ അവസാന നിമിഷം കുഞ്ഞിനെ കണ്ടത് ആരാണെന്ന് ചോദിക്കൂ. നടത്തി അവസാനം കണ്ടതാരാ? കാണുമ്പോൾ പോകുമ്പോൾ ശ്രീനന്ദ പോകുന്നില്ല ഏറ്റവും അവസാനം? എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുത്തിരുന്നു. ഒരു 10 മിനിറ്റ് കൊണ്ടാണ് മിസ്സിങ് നടന്നിരിക്കുന്നത്. പുറമെ കിഡ്നാപ്പാണെന്ന് എൻ്റെ ഒരു ഡൗട്ട്. അങ്ങനെ അറിഞ്ഞ സമയത്ത് നിങ്ങൾ അറിയിച്ചോടാ? ആളുകളോട് പറഞ്ഞു? പോലീസിനോട്? അവരോടും പറഞ്ഞു. പോലീസ് രാത്രി തന്നെ വന്ന് മൊത്തം സെർച്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ പിറ്റേ ദിവസം ചെയ്തിരുന്നു. പിന്നെ വണ്ടി ചെക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ കുട്ടീനെ മാത്രം കണ്ടെത്താൻ പറ്റുന്നില്ല. എന്താ ഉണ്ടായിന്ന് അറിയുന്നില്ല. ചേട്ടാ, നിങ്ങൾ രാവിലെ പറഞ്ഞല്ലോ തിരച്ചിൽ അത്ര ഊർജിതമല്ലെന്ന് രാവിലെ പറഞ്ഞിരുന്നല്ലോ. ഈ പോലീസ് അല്ലെങ്കിൽ ആദ്യത്തെ ദിവസം കുറച്ച് ഡിലേ ആയിരുന്നു. അതെന്താ വെച്ചാൽ മൊത്തം ഒരു ക്ലബ്ബായി വരണ്ട എല്ലാം കൊണ്ട്, അതുകൊണ്ടായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് ഡേയിൽ ഒരു 11 മണി വരയ്ക്കൊക്കെ 11-11:30 വരയ്ക്കൊക്കെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. കൂടുതൽ ആളുകൾ ആ മേഖലയിൽ, അതായത് തെർമൽ ഡ്രോൺ ഉപയോഗിച്ചൊക്കെയാണല്ലോ പരിശോധന. മാൻമെയ്ഡായിട്ട് കൂടുതൽ ആളുകൾ പരിശോധിക്കണം എന്നൊരു ആവശ്യം നിങ്ങൾ? അതെ. അത് ഞാൻ പിന്നെ 8-ാം തീയതി രാവിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരും റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഏകദേശം ഒരു 11:30-12 മാൻ പവർ ഒരു അറൗണ്ട് ഒരു മോർ ദാൻ 40 മെമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. 30-40 മെമ്പേഴ്സ് വന്നിട്ട് അവർ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു സംശയം പറഞ്ഞിരുന്നില്ലേ അവിടുന്ന്? എന്താ നിങ്ങളിപ്പോൾ പറയുന്നത്? അതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ തിങ്കിങ്സ് ആണ്. അപ്പോൾ അതായത് ഇപ്പോൾ മോള് മിസ്സിംഗ് ആണ്. അപ്പോൾ താഴെ ആൾമോസ്റ്റ് ഏരിയകളെല്ലാം കവർ ചെയ്തു. സ്ലിപ്പായി താഴെ വീഴാനുള്ള ഏരിയകളൊക്കെ നമ്മൾ കവർ ചെയ്തു. അവിടെ ഒന്നും മോളെ കിട്ടിയിട്ടില്ല. പിന്നെ CCTV ഫുട്ടേജിലും ഇതേമാതിരി തന്നെയാണ്. പിന്നെ ഏകദേശം 8 മണി 9 മണി വരെയൊക്കെ ഇറങ്ങിയ വണ്ടികളെല്ലാം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ടൊരു പിക്ചർ കിട്ടിയിട്ടില്ല. കുട്ടി പുറത്ത് പോയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് 7 വാഹനങ്ങളോളം കടന്നു വന്നു എന്നാണ് പറയുന്നത് ആ CCTVയിലൂടെ. ആ വാഹനങ്ങളൊക്കെ കൃത്യമായി പോലീസ് പരിശോധിച്ചു എന്നൊരു ബോധ്യമുണ്ട്. അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം പരിശോധിച്ചെങ്കിൽ ഇതുവരെ ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. അതായത് കുട്ടി പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ബൈ ചാൻസ് കുട്ടി ആരുടെയെങ്കിലും കൂടെ സ്വയമേധയാ പോയാലും എന്നാലും അത് CCTVയിൽ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെയൊരു ഓപ്ഷൻ അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും കൂടെ എങ്ങനെയാലും കുട്ടി താഴെ വരണം. ശ്രീനന്ദയുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു? ശ്രീനന്ദയുടെ കയ്യിൽ മൊബൈൽ ഫോണില്ല. അവൾ നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അവൾക്ക് ഇപ്പോൾ ജസ്റ്റ് 15 ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ നമ്മൾ സ്വന്തമായിട്ട് ഫോണൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇന്നലെ ഇപ്പോൾ നാട്ടിൽ നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ പോലീസുകാർ വന്നിരുന്നു, കർണാടക പോലീസുകാർ? ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ ശ്രീനന്ദയുടെ ഫ്രണ്ട്സുകളെ എല്ലാം വിളിച്ച് നമ്മുടെ വീട്ടിൽ ശ്രീനന്ദയുടെ റൂമുകളൊക്കെ ഫുള്ള് സെർച്ച് ചെയ്തു. അവിടുന്ന് മൊബൈൽ കാര്യങ്ങളൊക്കെ എടുത്തു. അതൊന്നും നമുക്ക് പ്രശ്നമില്ല, അവർ ചെയ്യട്ടെ, എല്ലാം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇന്നലെ വരെ ഈ നിമിഷം വരയ്ക്കും എൻ്റെ മോള് ഒക്കെ എനിക്ക് നമ്മൾ അങ്ങനെ ആരെങ്കിലും റിലേഷനോ അഫെയറോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പോൾ അഥവാ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരു കാര്യം പറയുന്നു അല്ല, അങ്ങനെ ഉണ്ടെങ്കിലും അത് ഓക്കെ, അത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാണ്. അതിന് നമ്മൾ ഫുൾ സപ്പോർട്ടാണ്. എന്ത് വേണം, ഇപ്പോൾ എൻ്റെ ഫോണ് വൈഫിൻ്റെ ഫോണ് എല്ലാം 2 ദിവസമായിട്ട് പോലീസിൻ്റെ കയ്യിലാണ്. നമുക്ക് ഫോണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വിലപ്പെട്ട, എന്നിട്ടും നമ്മളിതെല്ലാം കൂടെ അതൊക്കെ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ അതേ എഫേർട്ട് തന്നെ ഇവിടെ അവിടുത്തെ ഏരിയയിൽ എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ സംശയമാണ്. ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകും. പക്ഷേ നമുക്ക് വിഷ്വലായിട്ട് നമ്മുടെ തിങ്കിങ്സ് വെച്ചിട്ട് അവർ അത്രയും എഫർട്ട് ആ ഏരിയയിലത്തെ ആ സമയത്തുണ്ടായിരുന്ന ലോക്കൽ കടകൾ, അവിടുത്തെ ലോക്കൽസ് അത്ര അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഫോറസ്റ്റ് അല്ല, വനമേഖലയല്ല? അല്ലല്ല, വലിയ ഫോറസ്റ്റോ വനമേഖലയോ ഒന്നുമല്ല. ഏരിയ കുറച്ച് കൺജസ്റ്റഡ് ആണ്. എങ്കിലും കൂടെ ക്രിട്ടിക്കൽ ആണെങ്കിലും കൂടെ നമുക്ക് കുറച്ച് ഫോഴ്സൊക്കെ ഉണ്ടെങ്കിൽ അറൗണ്ട് ഒരു 40-50 മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നല്ല മിഷ്കായിട്ട് കവർ ചെയ്യാം. എങ്കിലും കൂടെ വിത്തിൻ 100-ലധികം പേരുണ്ടായിരുന്നു തെരച്ചിൽ നിന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നലെ അതിലും മിനിഞ്ഞാന്നത്തെക്കാട്ടിലും കൂടുതൽ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിലും കൂടുതൽ ഫോഴ്സിന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫോഴ്സ് നോക്കിയിട്ടും കിട്ടില്ല. വീണ്ടും അടുത്ത ഓപ്ഷൻസ് എന്താ വെച്ചാൽ ഇങ്ങനെ ഒന്നും കൂടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ്. പോലീസ് നായ മണം പിടിച്ചു വന്നിരുന്നില്ലേ? പോലീസ് നായ എവിടം വരെ പോയത്? പോലീസ് നായ വന്നിട്ട് ഷോപ്പുകളുടെ ബാക്കിൽ വരയ്ക്കാണ് പോയത്. അവിടെ ഒരു പരിശോധന നടത്തിയോ? അവിടെ നടത്തിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ പറഞ്ഞില്ലേ പോലീസുകാരായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കും ഇതുവരെ അങ്ങനെ ഒരു സംശയം തോന്നിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ അതായത് കുട്ടി താഴേക്ക് ഇറങ്ങിയിട്ടില്ല എന്നതിനും എവിഡൻസ് ഇല്ല, താഴെ വീണ് പോയതിനും എവിഡൻസ് ഇല്ല.
അപ്പോൾ പിന്നെ നമ്മുടെ തിങ്കിങ്സ് വെച്ചിട്ട് ഞാനിപ്പോൾ ഇന്ന് പോലീസിന് ഇവിടെ സ്റ്റേഷനിൽ രാവിലെ വന്ന് ഇവിടുത്തെ ഇവരടുത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് എനിക്കെന്ന്. അപ്പോൾ അവരത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പെട്ടെന്ന് തന്നെ അത് തുടങ്ങാമെന്ന് പറയുന്നുണ്ട്. തെരച്ചിൽ കുറച്ചും കൂടി കൂടുതൽ ആളുകളെ വെച്ച് തെരച്ചിൽ ഊർജിതമാക്കാമെന്ന് പറഞ്ഞു എന്നാണ്. അതെ. ഓക്കെ. അരുൺകുമാർ, കുടുംബത്തിന്റെ ഒരു ആശങ്കയാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെത്തി സംസാരിച്ചു. കൂടുതൽ ആളുകൾ ഇന്ന് തിരച്ചിലിനിറങ്ങും. ഒപ്പം വനം വകുപ്പിന്റെ ജീവനക്കാർ, ദുരന്ത നിവാരണ സേനാംഗങ്ങൾ, പോലീസുണ്ട്. അങ്ങനെ കൂടുതൽ ആളുകൾ എത്തി ആ മേഖലയിൽ വ്യാപകമായ തിരച്ചിൽ നടത്തുവാനാണ് ഇന്നത്തെ തീരുമാനം. അരുൺ, ഓക്കെ, തീർച്ചയായിട്ടും ദീപക് കൂടി ആ സ്ഥലത്തേക്ക് പോവുക, നമുക്കത് പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കുകയും ചെയ്യാം. എന്തായാലും വളരെ ഊർജിതമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. ഈ കുട്ടിയെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയേ മതിയാവൂ. ഒരുപക്ഷേ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയതാണോ, എവിടെയെങ്കിലും പുറത്തു വരാനാവാത്ത വിധം ഇരിക്കുന്നതാണോ, അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. താഴേക്ക് പോയിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളോ അടയാളങ്ങളോ ഒന്നുമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ആ കുട്ടിയെ മറ്റാർക്കെങ്കിലും ഒപ്പം പോയതാണെങ്കിൽ ആ കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. കാരണം ഈ കുടുംബത്തെ ഇങ്ങനെ തീരിയിട്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാവട്ടെ, ശക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രതിനിധിയും തത്സമയം ചിക്കമംഗളൂരിൽ തുടരുന്നുണ്ട്. ശ്രീനന്ദയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തുക. ഒരു ഉല്ലാസയാത്ര പോയിട്ട് ആ യാത്രയുടെ ഇടവേളയിൽ നമുക്ക് ഒരു കുഞ്ഞിനെ ഇതേപോലെ ശ്രീനന്ദയെ പോലെ മിടുക്കിയായ 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടിയൊക്കെ കാണാതാവുമ്പോൾ ആ കുടുംബത്തിനും ആ സംഘത്തിനുണ്ടാവുന്ന ഒരു ആശങ്ക ചെറുതല്ലോ. നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും വലിയ പാനിക്കായ ഒരു സിറ്റുവേഷനിലാണ്. പക്ഷേ ആ കുടുംബം അത് മാനേജ് ചെയ്യുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ കുട്ടിയെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ്, തിരിച്ച് വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെയും നമ്മളുടെയും ഒക്കെ ലക്ഷ്യം. അതിന് പോലീസിനോടൊപ്പം കൃത്യമായി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടും പോലീസിനെ നിരന്തരം നമ്മളത് അറിയിച്ചുകൊണ്ടും ഞങ്ങളുടെ പ്രതിനിധി ചിക്കമംഗളൂരിൽ തുടരുന്നുണ്ട്. ദീപക് മോഹൻ.